ഹേ ഗൈസ്, ഇന്ത്യൻ 2 ട്രെയിലർ വന്നിട്ടുണ്ട്. കുറച്ച് സൗണ്ട് കാണും, അത് പുറത്താണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കാണുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതിനകത്ത് ഒരൊറ്റ പാട്ട് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ഇതാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഒരൊറ്റ പാട്ടും ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താണ് കാരണം എന്നറിയില്ല. സാധാരണ എൻ്റെ ഇതിന് എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് എന്തോ ഇന്ത്യൻ ഫസ്റ്റ് കണ്ടിട്ട് ഇതിനകത്ത് പാട്ട് കാണുമ്പം എന്തോ ഒരു മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യത്തെ സിനിമയിലെ പാട്ടുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ട്രെയിലർ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു അനാവശ്യ സിനിമയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ശങ്കർ തന്നെയാണ് സിനിമ എഴുതിയിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കമലഹാസന് ആയിട്ട് മ്യൂസിക്. പിന്നെ ഇതിനകത്ത് ആരൊക്കെയുണ്ട്? സിദ്ധാർത്ഥുണ്ട്. ട്രെയിലറാണ്. ஊராடா இது? படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். நம்மள ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்கே பேசுவோம். சோஷியல் மீடியா ஆனால் சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்லை. ஜஸ்ட் வாக்கிங் டாக்ஸ். அதனால தான் கத்திக்கிட்டு இருக்கோம். இவங்க எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். அப்படி யாரா இருக்கா? இருந்தாரு. Indian. Name Senapati. Freedom fighter. என்ன கர்மம் சார் இது? கர்மம் இல்ல, வர்மம். அவர் திரும்பி வரணும். ஒரு தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். என் கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இண்டியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாதன்னு நீங்க தானே சொல்லி தந்தீங்க. வளர்ந்த அப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது இரண்டாவது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நான். ஓடவும் முடியாது, ஒளியவும் முடியாது. டாமன் ஜெரி ஆட்டம் ஆரம்பிச்சிருச்சு. സീറോ ടോളറൻസ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ സിനിമ ഒരു അനാവശ്യ സിനിമയാണെന്നുള്ളത്. നിങ്ങൾ ഇന്ത്യൻ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ കണ്ടിട്ട് വന്നിട്ട് ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെന്നാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നാമത് മേക്കപ്പ്. ഈ മെട്രോയ്ക്കകത്തുള്ള അടി ഇപ്പം ഹിന്ദി സിനിമയിലും തമ്മിൽ ജപ്പാനകത്തും ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്തോന്നാണ് കാണിക്കുന്നത്? മറ്റേ കോമ്പൗണ്ട് വി അടിച്ചിട്ട് വന്ന ഇന്ത്യനാണോ, സേനാപതിയാണോ? ഇത്രയും പ്രായമുള്ള പുള്ളിക്ക് ഇത് സൂപ്പർ ഹീറോ ആണോ ഇത്? എനിക്കിഷ്ടപ്പെട്ടില്ല എന്നല്ല, ഈ സിനിമ വർക്കാവുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. സീരിയസ്ലി യാതൊരു പ്രതീക്ഷയില്ല. കുറേ റിച്ചായിട്ടുള്ള കുറേ ഫ്രെയിംസും കളറും കുറേ വണ്ടികളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇന്ത്യൻ കണ്ടിട്ടുള്ളവർ ആ സിനിമ എനിക്ക് നമ്മളുടെയൊക്കെ കൊച്ചുനാൾ തൊട്ട് കണ്ട സിനിമയാണ് അതൊക്കെ. അത് കണ്ടിട്ട് ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞ ശരിയാണ് എനിക്ക് വന്നത്. ഇത് ഇനി വർക്കാവായിരിക്കും. ഇനി കുറേ പേര് വന്നിട്ട് ഏതോ ഒരു പടത്തിന് ഞാൻ എന്തോ ട്രെയിലർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നല്ല തെറിവിളിയിട്ടായിരുന്നു.
അതുപോലെ വന്ന് പറയേണ്ടവർക്ക് പറയാം. പക്ഷേ ഇന്ത്യൻ 1 കണ്ടിട്ട് അതിൻ്റെ ഫാനായിട്ടുള്ളവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടില്ല. അത് എനിക്ക് 100% ഗ്യാരണ്ടി അറിയാം, സത്യം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും കുഴപ്പമില്ല. അതിൻ്റെ ഇതിൻ്റെ പാട്ടിനകത്തൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുഴപ്പമില്ല. പക്ഷേ ട്രെയിലർ ഈസ് അട്ടർ ഫ്ലോപ്പ് എന്ന് വെച്ചാൽ അട്ടർ ഫ്ലോപ്പ്. ഒന്നാമത് ഇതിൻ്റെ ടൈം ലൈനൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എന്നാണ് റിലീസ് ചെയ്തത് 1900 ഏത് വർഷമാണത്? 2001 പടം റിലീസാവുന്നതല്ലേ? ഓക്കെ, 2001 പടം റിലീസാവുന്നത്. ടൈം ലൈനൊക്കെ വിടും, പക്ഷേ വർക്കാവാത്തൊരു ട്രെയിലർ. സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു സിനിമ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? എന്തെങ്കിലുമൊക്കെ കാണിക്കിട്ട് നമുക്കെന്ത്, ഇതത് തന്നെയല്ലേ? ഇതാ പടം തന്നല്ലേ ഇത്? ആ പടമല്ലോ. 1996 അത് തന്നെ. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. മറ്റേ വേറെ നേരത്തെ 96 ഇറങ്ങിയ പടം. 28 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. സിനിമ കണ്ടിട്ട് പറയാം. ജൂലൈയിലാണ് സിനിമ റിലീസാവുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ട് പറയുന്നതായിരിക്കും. നമ്മൾ സിനിമ കണ്ടിട്ട് കൂടുതൽ അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. ഈ ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ വന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല ഇത് വർക്കൗട്ടെന്ന്. ഇനിയിപ്പോൾ വർക്കാവാൻ തോന്നുന്നവരൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാം. ശരി ഗൈസ്, ബൈ.